ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട്, വളരെ ഫ്രഷ് ആയിട്ട് ഒരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. വാർത്തകൾ സംഭവിച്ചു തുടങ്ങുന്ന സമയം കൂടിയാണ്. ഒരു വളരെ സജീവമായ ഒരു വാർത്താ ദിനം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡേറ്റോടെ പറഞ്ഞേക്കോ. യെസ്, ഇന്ന് 2025 ഫെബ്രുവരി മാസം എത്രയാണ്? 6-ാം തീയതിയാണ്. നാളെ ബജറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഡേറ്റിനെ കാണുന്നത്. അപ്പം 7-ാം തീയതി ബജറ്റ് ആകുമ്പോൾ ഇന്ന് 6 ആയിരിക്കുമല്ലോ. യെസ്, വ്യാഴാഴ്ചയാണ്. കൊല്ലവർഷം 1200, മകരം 24 എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയായിരുന്നല്ലോ, സാമ്പത്തിക തട്ടിപ്പ്. അപ്പൊ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മലയാളികൾ എപ്പോഴും എന്നെ പറ്റിക്കൂ എന്നൊരു ബോർഡ് വെച്ചുകൊണ്ട് നടക്കുകയാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ഈ സാമ്പത്തിക തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട 2 വഴികൾ. ഒന്ന്, അമിത ലാഭം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് കുറഞ്ഞ നഷ്ടത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ സ്കീം ഒരു പക്കാ തട്ടിപ്പാണ്. അതായത് കുറഞ്ഞ നഷ്ടത്തിൽ 10% കൂടുതൽ ലാഭം ഒരു പദ്ധതിക്ക് നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടിപ്പ് പദ്ധതിയാണ്. 2, അമിത സൗജന്യങ്ങൾ. ഈ ഇന്നലത്തെ പോലെ ഈ പറയുന്ന പോലെ 50% ഓഫറിൽ ഇതുപോലെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയൊക്കെ നമ്മൾ നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുക. ചാൾസ് പോൺസി എന്ന് പറയുന്ന ഒരാൾ 1919 അമേരിക്കയിൽ സമാനമായ ഒരു തട്ടിപ്പ് നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് പദ്ധതികൾക്കൊക്കെ പോൺസി സ്കീം എന്ന പേര് വന്നത്. അപ്പോൾ സാമ്പത്തിക തട്ടിപ്പിൽ പെടരുത്. 10% കൂടുതൽ ലാഭം കുറഞ്ഞ നഷ്ടത്തിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് തന്നു കഴിഞ്ഞാൽ ആ വഴിക്കേ പോകരുത്. അവർ രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ സാമ്പത്തിക അവലോകനം കിട്ടിയതിൽ പ്രേക്ഷകർ ഒരുപാട് സന്തോഷിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അനന്ത സാധ്യതകൾ, അനന്തകൃഷ്ണന്റെ വലിയ തട്ടിപ്പിന്റെ സാധ്യതകൾ, ആ പശ്ചാത്തലത്തിലാണ് ക്രിസ്ത്യാചാര്യൻ ഇന്ന് സാമ്പത്തിക അവലോകനത്തിൽ തുടങ്ങാം എന്ന് പറഞ്ഞത്. നാളെ ബജറ്റ് കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ തുടങ്ങുന്നു. ഇന്ന് എവിടെയാ ഉള്ളത് എന്ന കാര്യം കൂടെ പറയണ്ടേ. നമുക്ക് പുറകിൽ കാണാം ഐ ലവ് പഴന്തോട് എന്ന് പറയുന്ന ഈ ബോർഡിന് കീഴിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് അറിയാം നമ്മൾ പഴന്തോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മോർണിംഗ് വാക്കിന് വന്ന് ഇവിടെ വാക്ക് ചെയ്യാൻ പറ്റിയൊരിടമാണ്. ഒരു നല്ല ഏരിയയിലുള്ളൊരു വാക്ക് വേ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു പോണ്ട് ഉണ്ട്, നമ്മൾ തൊട്ടിപ്പിറകിൽ വലിയ തടാകമൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് പേർ രാവിലെ 5 മണിക്ക് തന്നെ എന്താണ് പറയുക, മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനും എക്സസൈസിനും ഒക്കെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ അറിയണം. ഒപ്പം പ്രേക്ഷകരായ നിങ്ങളുടെ വിശേഷങ്ങൾ മാറ്റിവെക്കുന്നില്ല. നിങ്ങളുടെ കമന്റ് ബോക്സിൽ അതെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നപ്പോൾ ചാടി എഴുന്നേക്കുക, കമന്റ് ബോക്സിലേക്ക് വരിക, കാഴ്ചകൾ കാണാൻ റെഡി ആയിരിക്കുക, വാർത്തകൾ കേൾക്കാൻ റെഡി ആയിരിക്കുക. സൂപ്പർ പ്രഭാതം. യെസ്, അപ്പോ അതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമുക്ക് മോർണിംഗ് വാക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ, നടന്നു തുടങ്ങാം. അപ്പോൾ പ്രേക്ഷകരിൽ എത്ര പേർ റെഡിയായി ജോഗിങ്ങിനായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന കാര്യം അറിയിക്കുക. കമന്റ് ബോക്സിൽ അത് വായിക്കാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാസർഗോഡ് നിന്ന് വരുന്നു. ആ വാർത്തയിലേക്ക് നമ്മൾ ആദ്യം കടക്കുന്നു. കാസർഗോഡ് കൊളത്തൂരിൽ പന്നിക്കണിയിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെട്ടു എന്നാണ് വാർത്ത. മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നത് അരുൺ പാറക്കലാണ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ പുലി എപ്പോഴാണ് രക്ഷപ്പെട്ടത്? ഒരു മയക്കുവെടി വെക്കാനുള്ള ശ്രമവും അവിടെ നടന്നല്ലോ. പ്രജിങ്, ഗുഡ് മോർണിംഗ്. ഈ പുലി രക്ഷപ്പെട്ടത് 3 മണിയോട് കൂടിയാണ് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. 3 മണിക്കാണ് ഇവർ ഈ കണ്ണൂരിൽ നിന്നുള്ള RRT സംഘവും വെറ്റിനറി ഡോക്ടറും വയനാട്ടിൽ നിന്നുള്ള RRT സംഘവും സ്ഥലത്തെത്തിയത്. അതിനുശേഷം മയക്കുവെടി വെക്കാനുള്ള നീക്കം നടക്കുകയായിരുന്നു. പുലിക്ക് മയക്കുവെടി കൊണ്ടോ എന്നൊരു സംശയം ഈ ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ അതൊരു ഉറപ്പായിട്ടില്ല. മയക്കുവെടി കൊണ്ടു എന്നുള്ളത് ഉറപ്പായിട്ടില്ല. പുലിയുടെ മുഖത്തൊക്കെ ചെറിയ പരുക്കുണ്ട് എന്നും പറയുന്നുണ്ട്. പുലി എന്തായാലും രക്ഷപ്പെട്ടു എന്നതാണ്. മയക്കുവെടി വെച്ച സമയത്ത് തന്നെ ഈ ചെറിയ മുള്ളം പന്നിക്കൊക്കെ നാട്ടുകാരിൽ ആരോ ഒരാൾ കുടുക്ക് വെച്ചതായിരുന്നു. ആ കുടുക്കിലാണ് പുലി കുടുങ്ങിയത്. പുലിയുടെ കാലിലായിരുന്നു ഈ കുരുക്ക് പെട്ടതെന്നാണ് പറയുന്നത്. അത് വെപ്രാളം കൊണ്ട് പുലി പെട്ടെന്ന് രക്ഷപ്പെട്ടു. ഇതിന് താഴെ പുഴയാണ്. ഈ പ്രദേശത്തൊക്കെ ഇത് ബേഡടുക്ക പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ ഈ ഒരു പ്രദേശത്ത് പുഴയുണ്ട്. ആ പുഴയ്ക്ക് അപ്പുറത്ത് വനമേഖലയാണ്. മൂളിയാർ റിസർവ് ഫോറസ്റ്റിലേക്കാണ് പിന്നീട് ഈ പുലി കടക്കാനുള്ള ശ്രമം നടക്കുക. ആ ഭാഗത്തൊക്കെ നിരവധി പുലികൾ ഇങ്ങനെ ഈ ഭീതി സൃഷ്ടിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇരിയണ്ണി, അതുപോലെ തന്നെ കാറടുക്ക, ബോവിക്കാനം ഭാഗത്തൊക്കെ പുലിശല്യം ധാരാളമായി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ പുലി ഇങ്ങോട്ട് എത്തിയതെന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പുലിശല്യം ധാരാളമുണ്ട്. മാത്രമല്ല ഈ നായ്ക്കളെ, വളർത്തുമൃഗങ്ങളെ പുലി പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പുലി പ്രധാനമായും ഈ നായ്ക്കളെ ഭക്ഷണം തേടി നായ്ക്കളെ പിടിക്കുന്നതിനാണ് ഈ നാട്ടിലേക്ക് എത്തുന്നത്, ജനവാസ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇപ്പോൾ പുലി രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കനത്ത മൂടൽ മഞ്ഞാണ്. ഈ മഞ്ഞ്
മാറിയതിന് ശേഷം, ഒരു വെളിച്ചം വന്നതിന് ശേഷം മാത്രമേ തെരച്ചിൽ തുടരാൻ സാധിക്കൂ എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. നിലവിലിവിടെ പ്രതിഷേധങ്ങളോ മറ്റു സാഹചര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മയക്കുവെടി വെച്ച സമയത്ത്, പുലി രക്ഷപ്പെട്ട സമയത്ത് ചെറിയ തോതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലെ പുലിയെ കിട്ടിയിട്ടും പക്ഷേ അതിനെ പിടിക്കാൻ സാധിച്ചില്ല എന്നൊരു ആശങ്ക, ഒരു ഭീതി നാട്ടുകാരും പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം ശാന്തമായിട്ടുണ്ട്. ഒരു 7 മണിയോടുകൂടി പുലിയെ പിടിക്കാനുള്ള, അല്ലെങ്കിൽ പുലിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. RRT സംഘമൊക്കെ 7 മണിയോടുകൂടി വീണ്ടും സ്ഥലത്തേക്കെത്തും. ഇപ്പോൾ കനത്ത മൂടൽമഞ്ഞായത് കാരണം കാഴ്ച പരിമിതിയുണ്ട്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും പുലി വനമേഖലയിലേക്ക് കയറാനുള്ള സാധ്യതയാണിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ മൂളിയ റിസർവ് ഫോറസ്റ്റിലേക്കാണ് പുലി കടക്കാനുള്ള ഒരു സാധ്യത പറയുന്നത്. പുലിക്ക് മയക്കുവെടി ഏറ്റു എന്നൊരു സംശയം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശദമായൊരു തെരച്ചിൽ ആവശ്യമാണ്. ആ തെരച്ചിൽ 7 മണിക്ക് ശേഷം ആരംഭിക്കും. ക്രിസ്റ്റീന, പ്രജിൻ. യെസ്, അരുൺ പാറക്കിലാണ് കാസർഗോഡ് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആ മേഖലയിൽ പുലിഭീതിയുണ്ട്, നിലവിൽ ശാന്തമാണ്. അവിടുത്തെ ആൾക്കാരൊന്നും പ്രതിഷേധത്തിനൊന്നും വന്നിട്ടില്ല. പക്ഷേ പുലി എങ്ങോട്ട് പോയി എന്നുള്ളതിലാണ് ഇപ്പോൾ ഒരു ആശങ്കയുള്ളത്. അതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് എന്നാണ് ഇപ്പോൾ അരുൺ പാറക്കിൽ നൽകിയ വിവരം. കഴിഞ്ഞ ദിവസം വൈകിട്ട് വന്ന ഒരു ദാരുണമായ വാർത്ത, അതിന്റെ തുടർ വാർത്തയിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മകൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. ജോസിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രജിൻ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി കൊലപാതകം നടത്തിയത് സ്വബോധത്തിൽ തന്നെയാണ് എന്ന കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. കൊലപാതകം പണം ചോദിച്ചിട്ട് നൽകാത്ത വൈരാഗ്യത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി ജയശങ്കർ തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മകൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്? എന്തുകൊണ്ട് ഈ വൈരാഗ്യം എന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നു? അതിലൊക്കെ എത്രമാത്രം സ്ഥിരീകരണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതായത് പ്രജിൻ, ഇന്നലെ രാത്രി 9 മണിക്കും 9:30 കൂടിയാണ് ഈ പ്രതി അച്ഛനെ വെട്ടി കൊലപ്പെടുത്തുന്നത്. ഈ FIR-ൽ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് അച്ഛൻ പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നത്. രാത്രിയോടെ വീട്ടിലെത്തിയ പ്രതി അടുക്കളയിൽ വെച്ച് വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്കും കഴുത്തിനും വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും നിലവിൽ ഈ പ്രജിനെ പോലീസ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ഇന്നലെ രാത്രി ഉൾപ്പെടെ പോലീസ് വിശദമായി ചോദിച്ചു. ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തോട് സഹകരിക്കാത്ത തരത്തിലുള്ള ഒരു നിലപാടാണ് പ്രതി സ്വീകരിച്ചത്. അത്തരത്തിൽ വലിയ വിശദമായ ചോദ്യം ചെയ്യലിനെയും അമ്മയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുക. ഒരു ഘട്ടത്തിലാണ് പോലീസിന് പണം നൽകാത്ത വൈരാഗ്യം എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിയത്. അത്തരത്തിൽ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണം നൽകാത്ത വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തിയ തരത്തിൽ പോലീസ് FIR എടുത്തത്. എന്തായാലും വിശദമായ പരിശോധന പോലീസ് ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. പ്രജിനെ ഇന്ന് രാവിലെയും വിശദമായി ചോദ്യം ചെയ്യും. ഇതിനുശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു. ഇത്തരത്തിൽ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഒരു അച്ഛനെ മകൻ പണം നൽകാത്ത വൈരാഗ്യത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. എന്തായാലും സ്വബോധത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തു ഈ പ്രജിന് ഉപയോഗിച്ചതായി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്വബോധത്തിൽ വൈരാഗ്യത്തിന്റെ പുറത്ത് പണം നൽകാത്തതിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും പ്രജിന്റെ അറസ്റ്റ് പോലീസ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. കൊലക്കുറ്റത്തിനാണ് പ്രജിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കും. അതിനുശേഷമായിരിക്കും സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എന്തായാലും കടക്കുക. അതീവ ദാരുണമായ സംഭവമാണ്. അച്ഛനും അമ്മയും മകനും മാത്രമാണ് ഈ വീട്ടിൽ താമസം. അത്തരത്തിൽ പണം നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ ഇന്നലെ രാത്രിയോടെ എത്തിയാണ് ഈ പ്രജിൻ അച്ഛനെ ദാരുണമായി കൊലപ്പെടുത്തുന്നത്. ശരി, വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിയുടെ പേര് പ്രജിൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഞെട്ടി. കാരണം പ്രജിൻ എന്ന പേര് അത്ര കോമൺ ആയിട്ടുള്ള പേരല്ല. അപ്പം പെട്ടെന്ന് ആരൊന്നും എന്താ പറയാ, നടുക്കത്തിലായിരുന്നു ഞാൻ. അപ്പോ കമന്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ കമന്റുകളൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും ഈ പറയുന്ന പോലെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നു. പിന്നെ ഇപ്പൊ ഈ പുലിയുടെ വാർത്ത വന്നല്ലോ, അതിന്റെ പിന്നാലെ ഇത്ര നാൾ ആനയായിരുന്നു, പിന്നീട് കടുവ വന്നു, ഇതാ ഇപ്പൊ പുലിപ്പേടി എന്ന് പറയുന്നു എന്ന് കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അനിൽ TV പറഞ്ഞു എന്റെ കമന്റ് വായിച്ചു തുടങ്ങണമെന്ന്. അപ്പോ കമന്റ് വായിച്ചു തുടങ്ങിയില്ലെങ്കിലും അനിൽ TVയെ ഞങ്ങൾ ആ കമന്റ് കണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നമ്മൾ പഴന്തോട് ഈ വാക്ക് വേയിലൂടെ നമ്മൾ നടത്തം തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക് പോകേണ്ട സമയം കൂടി ആയിരിക്കുന്നു. സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് എന്നാണ് ആ വാർത്ത. ഡിസംബർ 31 ഇടുക്കി കൂട്ടാറിൽ
കമ്പംമെട്ട് CI ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുരളീധരനാണ് മർദ്ദനമേറ്റത്. ആശുപത്രി ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞ് പോലീസ് ഈ പരാതി ഒത്തുതീർപ്പാക്കിയെന്നും അറിയാൻ കഴിയുന്നു. ചികിത്സാ ചെലവ് വഹിക്കാതെ വന്നതോടെ മുരളീധരൻ ഇടുക്കി SP പരാതി നൽകി. എന്നാൽ തുടർ നടപടി ഉണ്ടായില്ല. ദൃശ്യങ്ങളിൽ അപ്പോൾ രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇടുക്കി ജില്ലാ സമ്മേളനം CPIM ജില്ലാ സമ്മേളനത്തിലൊക്കെ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെയൊക്കെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ, പോലീസ് അതിക്രമത്തിന്റെ വാർത്തകൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്താണ്? കൃഷ്ണ, ഈ സംഭവം നടക്കുന്നത് ന്യൂ ഇയറിനാണ്. അതായത് ജനുവരി 1-ാം തീയതി പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ കൂട്ടാറിൽ കുറച്ച് യുവാക്കൾ പടക്കം പൊട്ടിച്ചിരുന്നു. ഈ മുരളീധരന് കൂട്ടാറിൽ ഒരു കടയുണ്ട്, അവിടുത്തെ ഒരു ഓട്ടോ തൊഴിലാളി കൂടിയാണ്. ഈ മുരളീധരൻ ആ കുട്ടികൾക്ക് പടക്കം പൊട്ടിക്കാനായി കുറച്ച് പടക്കം മേടിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സമയത്താണ് കമ്പംമേട്ട് CI ഷമീർ ഖാൻ ആ വഴി വരികയും ചെയ്യുന്നത്. പടക്കം പൊട്ടിക്കുന്നത് കണ്ട് എല്ലാവരോടും പിരിഞ്ഞു പോകണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നു. പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ ആദ്യഘട്ടത്തിൽ കൂട്ടാക്കിയില്ല. പടക്കം മേടിച്ചിട്ട് പൊട്ടിച്ചിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം പ്രകോപിതരായ ഷമീർ ഖാൻ അവിടെ കൂടി നിന്ന ആളുകളെ ഉന്തി വിടുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഈ മുരളീധരൻ ഉണ്ടായിരുന്നു. മുരളീധരനെ ഉന്തിയതിനു ശേഷം കരണത്തടിക്കുകയാണ്. അത് ആ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. എന്തിനാണ് അങ്ങനെ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു CI അത്തരത്തിൽ ഒരു മർദ്ദനം നടത്തേണ്ട ഒരു ആവശ്യം പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ എന്താണ് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിക്രൂരമായി മർദ്ദിച്ചു. കാരണം ആ മർദ്ദനത്തിൽ ആ മുരളീധരന്റെ പല്ല് ഒടിഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ സാധാരണ ഒരു ഓട്ടോ തൊഴിലാളിയാണ്, ഒരു കട നടത്തുന്ന ഒരാളാണ്, നാട്ടുംപുറത്തുകാരനാണ്. പോലീസിനെതിരെ പരാതി കൊടുക്കാൻ വലിയ ഭയമുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, പുറത്തു പറയാൻ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് മിണ്ടിയില്ല. പോലീസുകാർ തന്നെ പിന്നീട് ഈ ആശുപത്രി ചെലവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വഹിച്ചോളാം എന്ന് പറഞ്ഞു. ഈ പല്ലൊടിഞ്ഞു പോയതിന്റെ നഷ്ടമൊക്കെ തന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും ഇത്രയും ദിവസമായിട്ട് 1 മാസം കഴിഞ്ഞിട്ട് യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഈ മുരളീധരൻ ഇടുക്കി SP പരാതി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും അതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. യാതൊരു പ്രകോപനവും ഇല്ലാതെ പടക്കം പൊട്ടിച്ചത് കണ്ടുകൊണ്ടിരുന്ന ഒരു ആൾക്കാണ് ഇത്തരത്തിൽ കമ്പംമെട്ട് CIയുടെ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പഴയ 3-ാം മുറ ശൈലിയിലേക്കൊക്കെ പോകുന്നു. ആളുകളെ കാണുമ്പോൾ 2 അടിച്ചേക്കാം, അവർക്കിട്ട് 2 ഇടി കൊടുത്തേക്കാം, ഞങ്ങളാണ് ഏറ്റവും വലിയ ആളുകൾ എന്ന രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. സാധാരണ രീതിയിൽ അവിടെ പടക്കം പൊട്ടിക്കുന്നത് അനുവാദമില്ലാതെയാണ് എങ്കിൽ അവിടെ പിടിച്ചു മാറ്റാൻ എന്തൊക്കെ വഴികളുണ്ട്, ഇങ്ങനെ മർദ്ദിക്കേണ്ട യാതൊരു കാരണവുമില്ല എന്നുള്ള ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നിട്ടും എന്തിന് മുരളീധരനെ തല്ലി എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പോലീസിന് അത്രയും അധികാരം ഇപ്പോഴും ഉണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ, പൊതുജനങ്ങളെ അനാവശ്യമായി തല്ലുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. എന്തായാലും മുരളീധരൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇടുക്കി SP-ക്കാണ് കമ്പംമെട്ട് CI ആയിട്ടുള്ള ഷമീർ ഖാനെതിരെ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ ആളുമാറി ഒരു വിവാഹ സംഘത്തെ ആക്രമിച്ച SI ജിനുവും സംഘവും അതിൽ പറയുന്നത് പോലെ ആദ്യം ഒരു ചെറിയ സ്ഥലമാറ്റത്തിൽ ഒതുക്കുന്നു, പിന്നീട് വലിയ പ്രതിഷേധം ഉയർന്നപ്പോൾ അത് സസ്പെൻഷനിലേക്ക് മാറി. അതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ഇത് സംഭവം നടന്നത് കഴിഞ്ഞ മാസമാണ്, ഡിസംബർ 31-നാണ്. അപ്പോൾ നോക്കുക എങ്ങനെയൊക്കെ ഇത് മുക്കാൻ നോക്കി എന്നുള്ളതാണ്. അതിൽ ആ പാവത്തിനെ എന്താണ് ഈ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു. മൊത്തം ചികിത്സാ ചെലവും വഹിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്താണ് സംഭവിച്ചത്? ഒരുപാട് പ്രേക്ഷകർ പറയുന്നു വെയിൽ തന്നെ വിളവ് തിന്നുന്നു, എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ഏമാന്മാരെ ഗൂണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന് സ്വാധീസ് എന്ന് പറയുന്ന മറ്റൊരു പ്രേക്ഷകർ പറയുന്നു. രാഹുൽ ചോദിക്കുന്നുണ്ടായിരുന്നു, അനാവശ്യമായി ആരെയെങ്കിലും തല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന്. ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല, ആർക്കും ഇല്ല. അത് പോലീസിനൊന്നല്ല, ആർക്കും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ വിപിൻ MK പറയുന്നു, ഗുഡ് മോർണിംഗ് ക്രീപ്ര. ഇന്നലെ വൈകുന്നേരം 6:30 പുറപ്പെടേണ്ട പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 9 മണിക്കൂർ വൈകി ഓടുന്നു. ട്രെയിനിലിരുന്നാണ് ന്യൂസ് കാണുന്നത്. മലയാളികളെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓസിന് കിട്ടിയാൽ ആസിഡ് കുടിക്കും, ഓസിന് കിട്ടിയാൽ ആസിഡ് കുടിക്കരുത് എന്നാണ് പറഞ്ഞത്. കുടിക്കരുത്, മലയാളികളെ കുടിക്കരുത്. അപ്പോൾ അത് നോക്കാം. നമുക്ക് ട്രെയിൻ ഏതൊക്കെ ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിച്ചിട്ട് അതുകൂടെ അറിയിക്കാം. ഇപ്പോഴത്തെ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകേണ്ട സമയമാണ്. തട്ടിപ്പ് വാർത്ത തന്നെയാണ്. അതെ, നേരത്തെ ഇതിനെക്കുറിച്ചാണ് ക്രിസ്ത്യൻ അച്ഛൻ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വാക്ക് പറഞ്ഞു തുടങ്ങി തന്നെ. അപ്പോൾ അതിന്റെ ഈ തട്ടിപ്പിന്റെ അനന്തു കൃഷ്ണൻ മോഡൽ എന്താണ്, അതിന്റെ വിശദാംശങ്ങൾ നോക്കാം.
പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നൽകി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തു കൃഷ്ണനായി മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും എന്നറിയുന്നു. കേസിൽ അനന്തു കൃഷ്ണന് കൂടുതൽ പേരുടെ സഹായം ലഭിച്ചതും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വിശദീകരിക്കാൻ ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പോലീസ് ശേഖരിച്ച നിർണായക തെളിവുകളും ഇന്ന് കസ്റ്റഡി അപേക്ഷയോടൊപ്പം കോടതിയിൽ സമർപ്പിക്കും. പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ അത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന വാദവും സർക്കാർ കോടതിയിൽ ഉന്നയിക്കും. വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ അനന്തുകൃഷ്ണൻ നിരവധി അക്കൗണ്ടുകൾ ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നാണ് പോലീസ് വിലയിരുത്തൽ. അനന്തുകൃഷ്ണൻ പണം കൈകാര്യം ചെയ്ത കൂടുതൽ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളും പോലീസ് അന്വേഷണത്തിലാണ്. കേരളത്തിൽ നിന്ന് 1000 കോടി രൂപയിലധികം സ്വന്തമാക്കിയെന്നാണ് പോലീസ് നിഗമനം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഉൾപ്പെടെ തട്ടിപ്പ് പണത്തിന്റെ വിഹിതം എത്തിയെന്ന സംശയവും പോലീസിനുണ്ട്. അനന്തുകൃഷ്ണനുമായി അടുത്ത ബന്ധം പുലർത്തിയ രാഷ്ട്രീയ നേതാക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നുണ്ട്. അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്താൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളെല്ലാം ഈ സംഘത്തിന് കൈമാറും. അതേസമയം തട്ടിപ്പ് കേസിൽ തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ബിജെപി നേതാവ് എൻ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടതു വലതു മുന്നണികളിലെ നേതാക്കളെ തട്ടിപ്പിന്റെ മറയായി അനന്തുകൃഷ്ണൻ മനഃപൂർവ്വം ഉപയോഗിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 കൊച്ചി. അപ്പോൾ അതാണ് അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ്. ആ തട്ടിപ്പിന് പിന്നാലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തട്ടിപ്പിനായി. അതാണ് ഇപ്പോൾ ചർച്ചയാകുന്നതും വിവാദമാകുന്നതും. എന്നാൽ ഇന്ന് എൻ രാധാകൃഷ്ണൻ എന്ത് പറയുന്നു എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എങ്ങനെ ഇതിനകത്ത് ഉൾപ്പെട്ടു, അല്ലെങ്കിൽ അത് ഉൾപ്പെട്ടതാണോ, എന്താണ് സംഭവം എന്നൊക്കെ എൻ രാധാകൃഷ്ണൻ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. നമ്മളൊരു നല്ല രീതിയിലൊരു സംരംഭം തുടങ്ങിയാൽ അത് പലയിടത്തേക്കും അത് വ്യാപിപ്പിക്കാനും അത് എന്താ പറയുന്നത് അതൊന്നും നല്ല രീതിയിൽ കൊണ്ടുവരാനും ഒക്കെ എന്ത് പാടാണ്. പക്ഷെ ഒരു തട്ടിപ്പ് സംരംഭം ഒരു പാടുമില്ലാതെ സംസ്ഥാനം മുഴുവൻ വ്യാപിച്ചു. ഇപ്പോൾ ഓരോ ജില്ലകളിൽ നിന്നും കൂടുതൽ പരാതിക്കാർ വന്നുകൊണ്ടിരിക്കുക. സൂരജ് പറയുന്നത് തൃശ്ശൂരിലും കൂടുതൽ പരാതിക്കാരുണ്ട് എന്നാണ്. നമുക്ക് ആ വാർത്ത ഒന്ന് നോക്കാം അല്ലെ. ഈ CSR ഫണ്ടിൽ ഉൾപ്പെടുത്തി പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ വരുന്നു. തൃശൂർ വടക്കാഞ്ചേരിയിൽ 3 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നഗരസഭാ കൗൺസിലർ ബുഷ്ര റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. തട്ടിപ്പിൽ കൗൺസിലറുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് DYFI പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ കണക്കനുസരിച്ച് ഏകദേശം 50 ലക്ഷം രൂപയുടെ മുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയ ഇതിലെ കേസിലെ പ്രധാന പ്രതിയുമായി നേരിട്ട് ബന്ധമുള്ള വടക്കാഞ്ചേരി നഗരസഭ കൗൺസിലറും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുൾപ്പെടെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന നിലയിലാണ് DYFI പോലീസിനകത്ത് പരാതി നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ചേരുന്ന സൂരജ് സജ്ജയാണ്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ നല്ല സംരംഭങ്ങളൊക്കെ തുടങ്ങാനും വ്യാപിപ്പിക്കാനും ഒക്കെ ഒരുപാട് പാടുപെടുന്ന സംരംഭകരുള്ള നാട്ടിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംരംഭങ്ങൾ വ്യാപകമാകുന്നത്. മാത്രമല്ല, ഈ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ ഇതിൽ പെട്ടു? അവരെ ഏത് രീതിയിൽ കൺവിൻസ് ചെയ്തോ, അതോ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇവരും ഇതിന്റെ ഭാഗമായെന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉണ്ടല്ലോ. കൃഷിന, അത് തന്നെയാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറെ കൂടി ഇതിൽ മുൻനിർത്തി എന്ന ആരോപണമാണ്, അതായത് ഈ തട്ടിപ്പിന് മുൻനിരയിൽ നിർത്തി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും വടക്കാഞ്ചേരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ 48 പേർക്ക് ഇവിടെ പണം നഷ്ടമായതായി പോലീസിന്റെ പ്രാഥമിക വിവരത്തിൽ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ പണം മടക്കി നൽകാം എന്ന ഉറപ്പിന്മേൽ ഇവർ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷെ 3 പരാതികൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഈ പരാതിയിൽ ഇന്ന് തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറുതലക്കലിലാകട്ടെ ഈ കോൺഗ്രസിന്റെ നഗരസഭാ കൗൺസിലർ കൂടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം വടക്കാഞ്ചേരിയിലുണ്ട്. ബുഷറ റഷീദിന്റെ പേരിലാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ സീഡ് സൊസൈറ്റി അടക്കം രൂപീകരിക്കുന്നതിൽ നേതൃപരമായ പങ്ക് ബുഷറ വഹിച്ചു എന്ന ആരോപണമാണ് ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച് ബുഷറക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI
ഔദ്യോഗികമായി തന്നെ പോലീസിൽ പരാതി നൽകി. ബുഷറ റഷീദിനെതിരെ കഴിഞ്ഞ ദിവസം ഈ വടക്കാഞ്ചേരിയിൽ പോസ്റ്റർ പ്രചരണം അടക്കം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ മഹിളാ അസോസിയേഷന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഈ നഗരസഭാ ഓഫീസിന് മുന്നിലെല്ലാം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും ഈ കൗൺസിലർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ പരാതിക്കാർ രംഗത്ത് വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ 3 പരാതിയിന്മേൽ വടക്കാഞ്ചേരി പോലീസ് ഇന്ന് നടപടി സ്വീകരിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന പ്രജിത്ത്. എന്താണല്ലേ 1000 കോടിയുടെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 1000 കോടി ഏറ്റവും കുറഞ്ഞതാണ്. അതിന്റെ കൃത്യമായ കണക്കുകൾ ഒക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. പല സ്ഥലങ്ങളിൽ നിന്നായി പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ ഈ മുഖ്യപ്രതി, അതായത് ഈ തട്ടിപ്പിന്റെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തിയ അനന്തു കൃഷ്ണന്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അത് ഇന്നോവ അടക്കമുള്ള 3 വാഹനങ്ങളിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഈ അനന്തു കൃഷ്ണന്റെ ഒരു വളർച്ച നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് അറബിക്കഥയിലെ രാജകുമാരനും സിൻഡ്രലയും ഒക്കെ പോലെ അതിവേഗമുള്ള ഒരു സാമ്പത്തിക വളർച്ച. അപ്പോൾ സ്വയം വളരുന്ന ഒരു പദ്ധതിക്കായിരുന്നല്ലോ അദ്ദേഹം രൂപം കൊടുത്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഏറെക്കാലമായിട്ട് മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ അനന്തുകൃഷ്ണന്റെ ഈ തട്ടിപ്പിനെ കുറിച്ച് ഉള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറെ സാധാരണമായ ഒരു സ്ഥിതിയിൽ നിന്ന് വളർന്നു വന്ന ഒരു ആളാണ് അനന്തുകൃഷ്ണൻ. വളരെ വേഗത്തിലായിരുന്നു ഇയാളുടെ വളർച്ച എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ പിന്നിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പായിരുന്നു എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു കേസിൽ ഉണ്ടായിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അനന്തു കൃഷ്ണന്റെ വാഹനങ്ങൾ 3 വാഹനങ്ങൾ ഇന്നോവ ക്രിസ്റ്റ അടക്കമുള്ള 3 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. മൂവാറ്റുപുഴ പോലീസാണ് ഈ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ വാഹനങ്ങളുടെ ഡ്രൈവേഴ്സിനെ നേരിട്ട് പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പോൾ ഡ്രൈവേഴ്സാണ് പോലീസ് സ്റ്റേഷനിൽ വണ്ടികൾ എത്തിച്ചത്. ഏതായാലും അനന്തു കൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു തട്ടിപ്പിൽ 1000 കോടിയോളം എന്ന് ഇപ്പോൾ കണക്കാക്കപ്പെടുന്ന ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട് അനന്തുകൃഷ്ണൻ പലയിടങ്ങളിൽ, കേരളത്തിന്റെ പലയിടങ്ങളിലായിട്ട് ഭൂമി വാങ്ങിക്കൂട്ടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഇടുക്കി ഭാഗങ്ങളിൽ ഇയാൾ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടിയ ഭൂമി കണ്ടുകെട്ടാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ മേഖലയിലെയും സാമൂഹ്യ രംഗത്തെയും പ്രമുഖരെയെല്ലാം ബലിയാടുകളാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ തട്ടിപ്പാണ് അനന്തുകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനാണ് ഇപ്പോൾ തടയിട്ടാൻ അധികാരികൾക്ക് സാധിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ക്രിജിൻ. ശരി, അമൽ സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടസാധ്യതയുള്ള നിക്ഷേപം എന്ന് പറയുന്നത് വിപണിയിലൊക്കെയുള്ള ഊഹക്കച്ചവടമാണല്ലോ. ആ ഊഹക്കച്ചവടം പോലും അത്രയും നഷ്ടം നമ്മൾ സഹിക്കാം എന്നുള്ള ആ വാഗ്ദാനത്തിലും അത് നൽകുന്ന 20% ഒക്കെ ആയിരിക്കും പരമാവധി റിട്ടേൺ. അപ്പോൾ അതിനപ്പുറമായിട്ടാണോ ഒരു നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് പ്രജിന് ഓർമ്മയുണ്ടാവും. ചിലപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഈ MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആട് തേക്കുമാഞ്ചിയും അതുപോലെ പലരും വന്ന് ഈ ബോർഡുകളിൽ നിങ്ങളുടെ താഴെ 2 പേരെ ചേർക്കുന്നു, അവരുടെ താഴെ 2 പേരെ ചേർക്കുന്നു. അനന്തകൃഷ്ണൻ ചെയ്തതും അതുപോലെ തന്നെയാണ്. 2 പേരിൽ നിന്ന് പകുതി പൈസ വാങ്ങുന്നു, ഒരാൾക്ക് സംഭവം വാങ്ങിക്കൊടുക്കുന്നു, അപ്പോഴും ഒരാൾ അവിടെ ബാക്കിയാണല്ലോ, അടുത്ത 2 പേരെ പിടിക്കുന്നു, അവരുടെ നിന്ന് വീണ്ടും പൈസ വാങ്ങുന്നു പകുതി, മറ്റേ നേരത്തെ ബാക്കി വന്ന ആൾക്ക് ഒരു സ്കൂട്ടർ കൊടുക്കുന്നു. അങ്ങനെ കമ്മീഷൻ, ഒരുപാട് കമ്മീഷൻ തുക ആ ഇനത്തിലും അനന്തകൃഷ്ണന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നടത്തിയത് 1000 കോടിയുടെ തട്ടിപ്പാണ്. നമ്മുടെ ബുദ്ധി ഇതിൽ ഉപയോഗിക്കുക. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അമിത ലാഭം തരുന്ന എല്ലാ പ്രോജക്റ്റുകളും അപ്പോൾ നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ, അതായത് ആദ്യം നിക്ഷേപിക്കുന്നവരുടെ കയ്യിലെ പണം എടുത്തിട്ടാണ് ആദ്യം വരുന്നവർക്കൊക്കെ ഇവർ ഈ സാധനങ്ങൾ കൊടുക്കുകയും നിക്ഷേപത്തിൽ റിട്ടേൺ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെയാണ് ചതിക്കപ്പെടുന്നത്. അതിനുശേഷം വരുന്ന ഒരാൾക്കും പണം കിട്ടില്ല, ഈ ആദ്യം കിട്ടിയവർക്കും പിന്നീട് കിട്ടില്ല. അപ്പോൾ അതൊരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ വീഴരുത്. ഈ 1000 കോടി രൂപ നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാലിന് കിട്ടിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടിക്കൊടുക്കായിരുന്നു. വയനാട് പാക്കേജിന്റെ പകുതി അങ്ങനെ കിട്ടിയേനെ. എന്താ അല്ലേ? ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ധനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ, തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യൻ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചുന്നുണ്ടോ? അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നു. കോഴിക്കോട് കരീറ്റിപ്പറമ്പിൽ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ട ലോറിക്ക് തീപിടിച്ചു എന്നൊരു വാർത്ത വരുന്നു. ഇന്നലെ രാത്രി 11:30 ഈ സംഭവം ഉണ്ടായത്. മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ തീ അണയ്ക്കാൻ പൂർണ്ണമായും സാധിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ.
പ്രജിൻ ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 11:30 നടന്ന സംഭവമാണിത്. ഇവിടെയുള്ള കരീറ്റിപ്പറമ്പിലെ വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ ലോറി. അതിനിടയിലാണ് ഇതിന് ഈ തീപിടുത്തമുണ്ടായത്. തുടർന്ന് അവിടെയുള്ളവർ മുക്കം ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണയ്ക്കുകയും ചെയ്തത്. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. രാത്രിയായതിനാൽ തന്നെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനാൽ മറ്റു രീതിയിലുള്ള അപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഉടൻ തന്നെ ഈ ഫയർ സ്റ്റേഷനിൽ അറിയിച്ചതിനാൽ ഫയർഫോഴ്സ് അവിടെ എത്തുകയും തീ ഉടൻ തന്നെ അണയ്ക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഈ പഴന്തോട് വാക്ക് വേയിലൂടെ നടത്തം നമ്മളിങ്ങനെ തുടരുകയാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ഇപ്പൊ എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണൊന്ന് വെളിച്ചൊക്കെ വന്നു തുടങ്ങുന്നത്. അതെ, നേരത്തെ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തടാകമാണ് ഇതിന്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയാം. ഏറ്റവും നല്ല രസമുള്ള ഒരു കാര്യം ഇതാണ്. ഇതിന് ചുറ്റുമാണ് ഈ വാക്ക് വേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളും വിശേഷങ്ങളൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രസീലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്രാഫിറ്റികൾ കാണാം. മനോഹരമായ ഒരു പെയിന്റിംഗ് ഇവിടെ ശ്യാമോ അല്ലെങ്കിൽ രാഹുലോ കാണിച്ചാൽ തന്നെ. ശ്യാമോ ഇവിടെ പോയി നല്ല ഗ്രാഫിറ്റി. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകണമെന്നാണോ അമൽ ഉദ്ദേശിക്കുന്നത്? ഒരു വാർത്തയുണ്ട്, ആ വാർത്ത അവിടെ കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം അല്ലെ? അത് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ ശരി, പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് തിരികെത്താം മറ്റു വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും.